കഴിഞ്ഞ 15 വർഷക്കാലത്തിലേറെയായി 100-ലധികം സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പല സ്ഥാപനങ്ങളിലും നല്ല കഴിവുള്ള മികച്ച ജീവനക്കാരുണ്ട്. പക്ഷെ പലരും അവരുടെ ജോലിയിൽ പരാജയപ്പെട്ടു പോകുന്നു. പലരും ജോലി രാജിവെച്ച് പോവുകയും ചിലരെ മാനേജ്മെൻറ്റ് പുറത്താക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ അതിലൊരുപാട് കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓഫീസിൽ നല്ല സൗഹൃദങ്ങളാകാം, എല്ലാവരോടും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം, സുഹൃത്തുക്കളും ഒക്കെ ആകാം. പക്ഷെ പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും നിങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് 100% വിശ്വസിക്കരുത്. നിങ്ങൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്ന വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജോലിയെയും ബാധിക്കും. പലപ്പോഴും പല മികച്ച എംപ്ലോയീസും പരാജയപ്പെട്ടു പോയ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൃത്യമായിട്ടുള്ള ഓറിയൻറ്റേഷനൊക്കെ കിട്ടും. കമ്പനിയുടെ പോളിസികളെക്കുറിച്ചിട്ടും കമ്പനിയുടെ പ്രൊസീജിയറിനെ കുറിച്ചിട്ടും ഡൂസ് ആൻഡ് ഡോൺസും എല്ലാം പറഞ്ഞു തരാറുണ്ട്. പക്ഷേ അവിടെ ഒന്നും പറഞ്ഞു തരാത്ത, ആരും ട്രെയിനിങ്ങിൽ പറയാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ സ്ഥാപനത്തിൽ, നമ്മളുടെ ഓഫീസിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ, എന്ത്, എപ്പോൾ പറയണമെന്നുള്ളത്. പലപ്പോഴും പലരും പരാജയപ്പെട്ടു പോകുന്നത് സഹപ്രവർത്തകരോട് ഷെയർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുടെ ബേസിലായിരിക്കും. നിങ്ങളുടെ മാനേജർ, നിങ്ങളുടെ ബോസ് നിങ്ങളെ വിലയിരുത്തുന്നത് പലപ്പോഴും നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ബേസിലാണ്. ഈ മേഖലകളിലെല്ലാം പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് സഹപ്രവർത്തകരുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ ഓഫീസിൻ്റെ വർക്കിംഗ് ടൈമിലൊക്കെ നമ്മൾ സഹപ്രവർത്തകരോട് സംസാരിക്കാറുണ്ട്. നമ്മളുടെ അനുഭവങ്ങൾ അവരോട് പറയാറുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പലപ്പോഴും ഇതിനു മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തെക്കുറിച്ചിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് കമ്പാരിസൺസ് നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങൾക്ക് പല വിഷയങ്ങളും ഇട്ട് തരും. ആ വിഷയത്തിൽ കയറി നിങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. പലപ്പോഴും പറയേണ്ടുന്നതും പറയേണ്ടാത്തതുമായ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം സീക്രട്ടായിരിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ, എല്ലാവരെയുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചിലരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആയിരിക്കില്ല ഇരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കില്ല. അത് അവരുടെ കുറ്റമല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, എല്ലാ സ്ഥാപനങ്ങളിലും നമ്മളൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറി. അത് മെയിൻറ്റെയിൻ ചെയ്ത് വേണം സ്ഥാപനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാനായിട്ട്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഷെയർ ചെയ്യുന്നത് ശരിയാകുമോ എന്നുള്ളത് 2 വട്ടം തിങ്ക് ചെയ്തതിനു ശേഷം മാത്രം സംസാരിക്കുക. കാരണം എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. ഞാൻ കണ്ടിട്ടുള്ള പല സ്ഥാപനങ്ങളിലും മികച്ച പല മാനേജേഴ്സും പല ജീവനക്കാരും അവരവരുടെ ജോലിയിൽ പരാജയപ്പെട്ടു പോവുകയും അവർ ജോലി രാജിവെച്ച് പോവുകയും അവരെ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകരോടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുക, ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. താങ്ക് യു.